everyone, welcome to Gboard Class 7. It's me and Nafi, it's your Super Mash and it's your Nihal. We are here to predict the Class 7 Social Science Christmas exam important topics. Yes, അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന്റെ സോഷ്യൽ സയൻസിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ പ്രിഡിക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ കേരളത്തിലെ 7ാം ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്ക് എന്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സൂപ്പർ മാഷ് ഒരു കാര്യം വീണ്ടും പറയാണ്. സൂപ്പർ മാഷ് വീണ്ടും പറയാണ്, ഇത് മാത്രം എന്ത് ചെയ്യരുത്, പഠിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. ഇത് നമ്മളൊന്ന് പ്രഡിക്റ്റ് ചെയ്തതാണ്. ഒരു കാര്യം കൂടി പറയാണ്, ഇത് പഠിച്ച് നിങ്ങൾ ഉറപ്പാക്കണം. ഇത് മാത്രം പഠിച്ചാൽ പോലെ ഇതിനെ കൂടെ വേറെയും പഠിക്കണം. ഷാ നമുക്ക് പഠിക്കാൻ നോക്കാം. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങും. ആരാ ചാപ്റ്റർ 4? മക്കളെ നമ്മൾ പറയുന്നത്, ഞാൻ ചാപ്റ്റർ 4 എന്ന് പറഞ്ഞപ്പോൾ വേറെ ലോകത്തേക്ക് പോയി. എടാ, ഇത് ഓണം എക്സാമിനുണ്ടായ ചാപ്റ്ററാണ്. അതുകൊണ്ട് അധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, കൊടുക്കണമെന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും നിങ്ങളോട് പറയാണ്, പ്രധാനമായിട്ടും പറയേണ്ട കാര്യമായിരുന്നു എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, എന്താണ് മാർജിനലൈസേഷൻ, ആരാണ് അരികുവൽക്കരണം, അതാരൊക്കെയാണ് അരികുവൽക്കരണം നേരിടുന്ന വിഭാഗങ്ങൾ എന്നാണ് എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. അല്ലെങ്കിൽ മാർജിനലൈസേഷൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ളത്. പിന്നെ അതിൽ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് കുറച്ച് ആളുകളെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശ്രീനാരായണ ഗുരു, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കലകാത്ത സന്തനമേന കരുകട്ടെ മുകിലമോ അനഞ്ചിയമോ പോരുമോ അപ്പൊ അവരെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കൾ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, ആ ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനത്തെ എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എതിർത്തത് എന്നുള്ളതും കൂടി പഠിച്ചു വെച്ചാൽ മതി. അധികം ഇമ്പോർട്ടൻസ് ഇല്ല ഈ ചാപ്റ്റർ. എന്നാലും ഓക്കെ, ഇനി 5ാമത്തെ സ്ലൈഡ് മച്ചു. 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കിടക്കുമ്പോൾ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ പാളികൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നർ പാർട്ട് ഓഫ് ദി എർത്തിലെ കോറ്, ക്രസ്റ്റ്, മാൻഡില്, കാമ്പ്, ഭൂവൽക്കം, മാൻഡില് പഠിച്ചു വെക്കണം. പിന്നെ ഇന്റീരിയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു, അത് സോഴ്സ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളുടെ ഉറവിടങ്ങൾ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യം പഠിച്ചു. ഇത് തന്നെ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ പാളികൾ 5 ടോപ്പോസ്ട്രാറ്റം, ഇസോതെർമ, എക്സോ, അതേപോലെ കോറ്, ക്രസ്റ്റ്, മാൻഡില് പഠിച്ചു വെക്കുക. 6ാമത്തെ ചാപ്റ്റർ ഞാൻ തന്നെയാണ്. സ്ലൈഡ് ചേഞ്ച് ചെയ്യൂ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്ലൈമറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രോപ്പിംഗ് സീസൺസ്, ഖാരീഫ്, റാബി ചെയ്ത്, അതേപോലെ തന്നെ എന്താണ് ക്രോപ്സ്, വിളകളുണ്ട് അല്ലെ, ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ക്രോപ്പ് ചെയ്ത് ഫൈബർ ക്രോപ്സ് അഥവാ 4 വിളകളും, അതേപോലെ ഓയിൽ സ്വീറ്റ്സ് അഥവാ എണ്ണക്കുരുക്കളും പഠിച്ചു വെക്കണം. പിന്നെ മൺസൂൺ കേട്ടോ, മൺസൂണുള്ള എക്സാമ്പിൾ മൺസൂണിന്റെ കാലങ്ങൾ, റെയിൻ ഷാഡോ റീജൻ അഥവാ മഴ നീർ പ്രദേശം പഠിച്ചു. ഇനി 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ, 7ാമത്തെ ചാപ്റ്ററിൽ മക്കളെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒന്ന് ഗ്രീൻ റെവല്യൂഷനാണ്. അത് നന്നായിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത ടൈപ്പ് അല്ലേ ഫാമിംഗ് ഉണ്ടല്ലേ, വ്യത്യസ്ത ടൈപ്പ് ഫാമിംഗ് മെത്തേഡുകൾ, അതായത് കൃഷി രീതികൾ ഏതൊക്കെ, മിക്സ്ഡ് ഫാമിംഗ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ഉപജീവന കൃഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ, ഹരിതവിപ്ലവത്തിൽ പഠിക്കുമ്പോൾ MS സ്വാമിനാഥനെ മക്കളെ മറക്കരുത്. പിന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റുകളും ലിമിറ്റേഷൻസും, അതായത് നേട്ടങ്ങളും നമ്മുടെ പരിമിതികളും എന്ത് ചെയ്യണം പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒക്കെ എന്താണ് ഫുഡ് സേഫ്റ്റി, എന്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, എൻഷുർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉറപ്പ് വരുത്താൻ കഴിയാത്തതൊന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ എന്ത് ചെയ്തു, കിടലായിട്ട് കഴിഞ്ഞു. യെസ് മക്കളെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ. ഇവരൊക്കെ പഠിപ്പിക്കുന്ന ചാപ്റ്റർ സിമ്പിൾ ആണെങ്കിൽ ഇത് അതിനെക്കാട്ടും സിമ്പിൾ ആണ്. അതാണ് എന്താ, നമ്മുടെ പവർ ടു വിൽ, അധികാരം ജനങ്ങളിലേക്ക്. ഇവിടെ നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുന്ന കാര്യം ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷത, ഫീച്ചേഴ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ചുമ്മാ പറഞ്ഞാൽ എക്സാമിന് എന്തായാലും ചോദിക്കും. അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ. അതിന്റെ കൂടെ തന്നെ 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതി. ആ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഭരണഘടനാ അധികാരം ലഭിക്കുന്നത് അല്ലേ. ഇപ്പൊ 73 പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലിക പഠിച്ചു വെക്കുക. പിന്നെ ഡിഫറെന്റ് ഇൻകം സോഴ്സ് ഓഫ് പഞ്ചായത്തിന്റെ വ്യത്യസ്ത വരുമാന രീതികൾ, ഏതെല്ലാം മേഖലയിലൂടെയാണ് ഒരു പഞ്ചായത്തിന് വരുമാനം ലഭിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്ക് അല്ലേ. പിന്നെ ഒരു പഞ്ചായത്ത് നൽകുന്ന സേവനങ്ങൾ, ദ വേരിയസ് സർവീസ് ഓഫ് ദ പഞ്ചായത്ത്. ഇത് കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. ഇത് മാത്രം മതി എന്നല്ല, ഇത് നിങ്ങൾ പഠിച്ചിട്ട് ബാക്കി കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. റെഡി? അത് ചാപ്റ്റർ കഴിഞ്ഞു. യെസ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളുടെ +2 ക്രിസ്മസ് എക്സാം ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതിനത്ര നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നന്നായിട്ട് പഠിക്കണം കേട്ടോ മക്കളെ. ഈ ടോപ്പിക് നിങ്ങൾ നന്നായി പഠിക്കുക. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയി ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെല്ലാ ഫ്രണ്ട്സ്, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, നിങ്ങൾ അറിയുന്ന ഒരാൾ പോലും എന്ത് ചെയ്യരുത്, ഈ വീഡിയോ കാണാതിരിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ കൊടുക്കുക. അതുപോലെ നമ്മുടെ റെക്കോർഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഓരോ ചാനലിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അത് രീതിയിൽ ആൻസർ ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ കാണാൻ ലൈവിലേക്ക് വരിക. പിന്നെ രാവിലത്തെ ലൈവ് കൊണ്ട് ഒക്കെ സെറ്റ് ആക്കുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്, ഇറ്റ്സ് യു നിഹാൽ സർ സൈനിങ് ഓഫ്, ആൻഡ് യു സൂപ്പർ മാച്ച് സൈനിങ് ഓഫ്. ബൈ. എല്ലാം നാഫി സാർ പറഞ്ഞ പോലെ ബൈ.